ഹായ് കൂട്ടുകാർ, എൻ്റെ കാരുണ്യ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിന്ന് പറയാൻ പോകുന്നത് മേടമാസ പുലരി ശ്രീ ഗുരുവായൂരപ്പൻ എൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട ഒരു അനുഭവ കഥയാണ്. ഞാനും എൻ്റെ കൂട്ടുകാരിയുമായി കൊന്നപ്പൂ പറിക്കാൻ പോയിട്ട് ഞങ്ങൾ തിരിച്ചു വന്ന് പൂജാ സാധനങ്ങളുമൊക്കെ ആയി തിരിച്ചു വരുന്ന സമയത്ത് എൻ്റെ കൂട്ടുകാരി ചോദിച്ചു എന്നോട്, ചേച്ചിക്ക് ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹമുണ്ടോ കണി കാണാൻ? ഞാൻ പറഞ്ഞില്ല മക്കളെ, എനിക്ക് ഫോട്ടോയേ ഉള്ളൂ. എൻ്റെ കയ്യിൽ നേരത്തെ ഉണ്ടായിരുന്നു, അത് പൊട്ടിപ്പോയി. എനിക്ക് അമ്പലപ്പുഴയിൽ നിന്നൊരു കൃഷ്ണ വിഗ്രഹം മേടിച്ചുകൊണ്ട് വരണം. എന്നിട്ട് ഞാൻ അടുത്ത വർഷം കൃഷ്ണ ഭഗവാനെ വെച്ച് പൂജ ചെയ്യുന്നതായിരിക്കും എന്ന് പറഞ്ഞു. ചേച്ചി എനിക്കുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ സങ്കടപ്പെട്ട് വരുമായിരുന്നു. പിന്നെ ഞങ്ങൾ വന്ന് ബാക്കി സാധനങ്ങളൊക്കെ വാങ്ങി, പൂജാ സാധനങ്ങളൊക്കെ വാങ്ങി ഇങ്ങനെ ഓരോന്നും പറഞ്ഞിങ്ങനെ നടന്നു വന്നുകൊണ്ടിരുന്ന് കഴിഞ്ഞപ്പം വേറൊരു പൂജക്കടയുടെ മുന്നിൽ സാധനം മേടിക്കാനായിട്ട് നിന്നു. എൻ്റെ കൂട്ടുകാരി പൂജാ സാധനങ്ങൾ, പൂക്കളും സുഗന്ധദ്രവ്യങ്ങളും ഒക്കെ വാങ്ങാൻ അങ്ങോട്ട് പോയിട്ടെല്ലാം മേടിച്ചുകൊണ്ട് വന്നു. അപ്പം ഞാനങ്ങനെ റോഡിൽ നിന്ന് കഴിഞ്ഞപ്പം ഞാനിങ്ങനെ മനസ്സിലോർത്തു, ദൈവമേ, കടയിലെങ്ങാനും കയറി ഒരു കൃഷ്ണ വിഗ്രഹം കിട്ടുമോ എന്ന് ചോദിക്കാം. അപ്പോഴത്തേക്ക് എൻ്റെ കയ്യിലെ പൈസയും അങ്ങ് തീർന്നു പോയി. ഞാനെന്ത് ചെയ്യാൻ പറ്റും? പിന്നെ മനസ്സിൽ ഇങ്ങനെ ആലോചിച്ച് അടുത്ത വർഷം എന്തായാലും ഭഗവാനെ കൊണ്ടുവന്ന് വീട്ടിൽ വെച്ച് വിളക്ക് കൊളുത്തണം. എല്ലാവരും ഗുരുവായൂരപ്പനെ വെച്ചാണല്ലോ കണി കാണുന്നത് എന്നങ്ങനെ ആലോചിച്ച് നിന്നു. അപ്പോഴും കൂട്ടുകാരിയെ നോക്കുന്നുണ്ട്. കൂട്ടുകാരി സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വരാൻ അല്പം വൈകി. അപ്പോൾ അടുത്ത കടകളെങ്ങാനും ഉണ്ടോ എന്ന് അന്വേഷിച്ച് എൻ്റെ മനസ്സിൽ ദൈവമേ ഒന്ന് മേടിച്ചുകൊണ്ട് പോയാൽ കൊള്ളാമല്ലോ എന്നുള്ള ഓർമ്മപ്പെടുത്തൽ എന്നെ അങ്ങ് സങ്കടത്തിലാക്കി. പറഞ്ഞു വരുമ്പോഴും എനിക്ക് സങ്കടമുണ്ട്. അപ്പം എൻ്റെ കൂട്ടുകാരി വന്നു സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട്. അപ്പം നമുക്കിനി ഒന്നും വാങ്ങാനില്ലല്ലോ, നമുക്ക് പോകാം ചേച്ചി എന്ന് പറഞ്ഞു. ഞങ്ങൾ പിന്നെ യാത്ര തുടർന്നു. പിന്നെ എന്തൊക്കെയോ സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു, അതൊക്കെ കയറി വാങ്ങി. അങ്ങനെ ഞങ്ങൾ വാങ്ങി വന്നപ്പം നമ്മുടെ ഈ ഉന്തുവണ്ടിയിൽ ഈ സാധനങ്ങളൊക്കെ ആയിട്ട് പോകുന്ന ഒരാൾ നമ്മളോട് പറഞ്ഞു, മാറി നിൽക്കുന്നു പറഞ്ഞ് ഉന്തുവണ്ടി ഇങ്ങനെ സൈഡിൽ കൂടെ അങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ആ ഉന്തുവണ്ടിയിൽ ഒരു കൃഷ്ണ ഭഗവാൻ ഇരിക്കുന്നു. അവർ ഈ കച്ചവടക്കാരാണ് ഈ സാധനങ്ങളെല്ലാം, ഈ പക്ഷികളെ, കൃഷ്ണ വിഗ്രഹങ്ങളെ, അങ്ങനെ ഓരോ സാധനങ്ങൾ വിൽക്കുന്നതാണ്. അപ്പം നമുക്കിവിടെ ഇങ്ങനെ നീല കളറുള്ളത് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം നീല കളറുള്ളത് എനിക്ക് വേണമെന്നും മനസ്സിലൊരാഗ്രഹമുണ്ട്. അങ്ങനെ ഇരുന്നപ്പം ഈ നീല കളറുള്ള കൃഷ്ണനെ ഈ വണ്ടിയിൽ അത് മാത്രം വിൽക്കാതെ എൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി. അപ്പം ഞാനതിൻ്റെ വിലയൊക്കെ ചോദിച്ചപ്പോൾ ഇച്ചിരി കൂടുതലായിട്ട് അയാൾ വില പറഞ്ഞു. മേടിക്കുമെന്നുള്ള വിചാരം ഉള്ളത് കൊണ്ടായിരിക്കും. അപ്പം ഞാൻ പറഞ്ഞു, ഇത്രയും പൈസയൊന്നും എൻ്റെ കയ്യിലില്ല. അപ്പോഴത്തേക്ക് എൻ്റെ പേഴ്സ് കാലിയായിരുന്നു. പൂജാ സാധനങ്ങളൊക്കെ മേടിച്ച് കുറച്ച് പൈസയായിട്ടല്ലേ നമ്മൾ പൂജാ സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് ഇറങ്ങുന്നത്. അപ്പോൾ എൻ്റെ കൂട്ടുകാരി പറഞ്ഞു, ചേച്ചി വാങ്ങിച്ചോ, ഞാൻ പൈസ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കൊരു മുഖത്തിനൊരിതുപോലെ എൻ്റെ പൈസ കൊണ്ട് മേടിക്കണമെന്നൊരിതും, പക്ഷേ എൻ്റെ കയ്യിൽ പൈസ ഇല്ലതാണ്. എന്നിട്ട് ഞാൻ വീണ്ടും എൻ്റെ പേഴ്സ് തുറന്ന് നോക്കിയപ്പോൾ പേഴ്സിൻ്റെ ഉള്ളറയിലൊരു 150 രൂപ മടക്കിയിരിക്കുന്നു. ഞാൻ കാണാത്ത രീതിയിൽ മടക്കി വെച്ചിരുന്നതിനകത്ത്. അപ്പം അതിൻ്റെ വില ചോദിച്ചു, കൃഷ്ണ ഭഗവാൻ എത്ര രൂപ വേണമെന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ ആ വണ്ടിക്കാരൻ പറഞ്ഞ് 200 രൂപ വേണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ കയ്യിൽ 150 രൂപയേ ഉള്ളൂ, 150 രൂപയ്ക്ക് തരുമെങ്കിൽ തരാമെന്ന് പറഞ്ഞു. നല്ല ഓമനത്തുള്ള ഒരു ഉണ്ണിക്കണ്ണനായിരുന്നു. അപ്പോൾ പിന്നെ 150 രൂപയ്ക്ക് അയാൾ ആ ഉണ്ണിക്കണ്ണനെ എനിക്ക് തന്നു. ആ ഉണ്ണിക്കണ്ണനെ ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച് അന്നത്തെ വിഷു സന്തോഷമായിട്ട് ഞാൻ പൂജിച്ച് ആരാധിച്ച്, അതിനുശേഷം എല്ലാ വർഷവും ആ കൃഷ്ണനെ പൂജിച്ച് ആരാധിക്കും. അപ്പോൾ ആ പൂജ കഴിഞ്ഞെടുത്ത് മാറ്റി വെക്കും. അത് കഴിഞ്ഞിട്ട് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അമ്പലപ്പുഴ കൃഷ്ണൻ്റെ അവിടുന്ന് തന്നെ കൊണ്ടുവരണമെന്ന്. അതിനുശേഷം അമ്പലപ്പുഴയിൽ നിന്ന് ഒരു കൃഷ്ണനെ കൊണ്ടുവന്നു. അതിനുശേഷവും ഒരു വണ്ടിക്കാരൻ എന്നോട് കൃഷ്ണ ഭഗവാനെ വേണമെന്ന് പറഞ്ഞ് എൻ്റെ മുന്നിൽ കൊണ്ട് നിർത്തി. ആ കൃഷ്ണ ഭഗവാനെ ഞാൻ മേടിച്ചു. ഇപ്പം ഞങ്ങളുടെ വീട്ടിൽ 3 കൃഷ്ണ ഭഗവാനുണ്ട്. അതുപോലെ തന്നെ എനിക്ക് ജാതിയും മതമൊന്നുമില്ല. എല്ലാ ഭഗവാന്മാരെയും ഞാൻ പൂജിക്കും, ആരാധിക്കും. അവരെ ഞാൻ പൂജിക്കുന്നതനുസരിച്ച് എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കും
എപ്പോഴും എനിക്ക് രക്ഷയുണ്ടാകും. എപ്പോഴും ഞാൻ സുഖം പ്രാപിക്കുന്നത് പൂജയിൽ കൂടെ മാത്രമാണ്. അതാണ് നിങ്ങളെല്ലാവരുമായിട്ട് ഞാനിപ്പോൾ ഷെയർ ചെയ്യുന്നത്. നിങ്ങളെല്ലാവരും പൂജ ചെയ്യണം. ഭഗവാൻ നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേൾക്കും. എന്തുണ്ടെങ്കിലും നമുക്ക് ഭഗവാനെ ഒരു കൂട്ടുകാരനായിട്ട് സങ്കല്പിച്ച് നമ്മുടെ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞാൽ ഭഗവാൻ എല്ലാം കേൾക്കും. അങ്ങനെയാണ് എനിക്ക് ജീവിതത്തിൽ ഞാൻ രക്ഷ നേടിയിരിക്കുന്നത്. എൻ്റെ സ്വന്തം കൃഷ്ണ ഭഗവാൻ എനിക്ക് എൻ്റെ മുമ്പിൽ ഓടി വന്ന് നിന്ന കൃഷ്ണ ഭഗവാനാണിത്. എന്നെ വീട്ടിൽ കൊണ്ടുപോകുമെന്ന് പറഞ്ഞ് ഞാൻ ആ കൃഷ്ണ ഭഗവാനെ എങ്ങനെ ഉപേക്ഷിക്കാൻ പറ്റും? ഓടി പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുന്നത് നോക്കുക. ഗുരുവായൂരപ്പൻ എന്തൊരു സന്തോഷത്തിലായിരിക്കുന്നതെന്ന് നോക്കിക്കുക എല്ലാവരും. ആ കൃഷ്ണ ഭഗവാനെ ഒന്ന് തൊട്ട് വണങ്ങിക്കഴിഞ്ഞാൽ എല്ലാ ഐശ്വര്യവും നമുക്ക് ഗുരുവായൂരപ്പൻ കൊടുത്തരും. കൃഷ്ണ നാരായണ ഗുരുവായൂരപ്പ ഇരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവരും കാണണം. അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് ഞാൻ യേശു തമ്പുരാൻ്റെ ഒരു വീഡിയോയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. എൻ്റെ ഈ വീഡിയോ എല്ലാവരും കാണണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, നല്ല കമൻസ് ഇടണം കേട്ടോ. ഓക്കെ, താങ്ക് യു, ബൈ.